വഴങ്ങേണ്ടടുത്ത് വഴങ്ങും, ഇടേണ്ടടുത്ത് ഇടയും. അങ്ങനെ രാഷ്ട്രീയ ചേരിതിരുകൾക്കൊപ്പം പദവികൾക്കൊപ്പം സഞ്ചരിച്ച് ഇനിയും മുന്നോട്ട് പോകുമെന്ന് ഇപ്പോഴും വ്യക്തമായൊരു രാഷ്ട്രീയ സന്ദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ് മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ അധികായനായ ശരത് പവാർ. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ആ നിഗൂഢ സഞ്ചാരി എന്ന പദം വ്യക്തമായി ചേരുക പവാറിന് മാത്രം. വീണ്ടും പവാർ തെളിയിച്ചിരിക്കുകയാണ് താൻ തനിക്ക് ഇഷ്ടമുള്ള ചേരിക്കൊപ്പം, ഇഷ്ടമുള്ള മുന്നണിക്കൊപ്പം നിലകൊള്ളുമെന്ന്. അതെ, മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ നിരയെ മുൾമുന്നിൽ നിർത്തി ശരത് പവാറിൻ്റെ പുതിയ നീക്കം ഇപ്പോൾ ഏറെ ചർച്ചയാവുകയാണ്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ സ്വന്തം പാർട്ടിയായ NCP പിടിച്ചെടുത്ത് തന്നെ പുറത്താക്കിയ മരുമകൻ അജിത് പവാർ, മഹാരാഷ്ട്രയിലെ BJPയുടെ ചാണക്യൻ ദേവേന്ദ്ര ഫട്നാവിസ്, ഈ മൂന്ന് പേരെയും സ്വന്തം വീട്ടിൽ അത്താഴത്തിന് വിളിച്ച് ശക്തമായൊരു രാഷ്ട്രീയ നീക്കുപോക്കിന് അല്ലെങ്കിൽ രാഷ്ട്രീയ സമവായമുണ്ടാക്കുന്നതിന് ഉള്ള കരുത്തനായ ശ്രമങ്ങൾ നടത്തുകയാണ് ഇപ്പോൾ ശരത് പവാർ. അപ്പോൾ ഒരു ചോദ്യം ഉയരുകയാണ്, ശരത് പവാർ അനുയായികൾ അവരെങ്ങോട്ടേക്കാണ്? ഉത്തരം ഇത് തന്നെയാണ്, നേരെ BJP പാളയത്തിലേക്ക്. ശരത് പവാറിൻ്റെ മകളായ സുപ്രിയ സുലെ MP ആയ ബാരാമതിയിൽ ഒരു സർക്കാർ പരിപാടിക്ക് എത്തുകയാണ് ഈ മൂന്ന് മഹാരാഷ്ട്രയിലെ അധികാരിമാരും. ഈ മൂവരോടും തൻ്റെ വസതിയിലെ അത്താഴ വിരുന്നിൽ എത്തണമെന്നാണ് പവാർ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ മഹാരാഷ്ട്രയും പ്രതിപക്ഷവും ഒക്കെ ഉറ്റുനോക്കുന്ന ഒരു അത്താഴ വിരുന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇന്ത്യ മുന്നണിയുടെ ഭാവി എന്താകുമെന്ന സൂചനകൾ ഇപ്പോഴും അസ്ഥിരമായിരിക്കെ പവാറിൻ്റെ ഈ നീക്കത്തെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വളരെ ആശങ്കയോടെയും സൂക്ഷ്മതയോടെയുമാണ് വീക്ഷിക്കുന്നത്. ഉദ്ധവ് താക്കറെ സർക്കാരിനെ അട്ടിമറിച്ചതും അജിത് പവാർ NCPയെ പുലർത്തിയതുമെല്ലാം മറന്നുകൊണ്ടുള്ള പവാറിൻ്റെ ഈ പുതിയ അനുനയ നീക്കത്തിന് പിന്നിലെ ബുദ്ധികേന്ദ്രം സ്വന്തം മകൾ സുപ്രിയ സുലെ തന്നെയെന്ന് വ്യക്തം. ബാരാമതിയിലെ MP-യാണ് ശരത് പവാറിൻ്റെ മകൾ സുപ്രിയ സുലെ. ഈ ഘട്ടത്തിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുപ്രിയയ്ക്കെതിരെ അജിത് പവാറിൻ്റെ ഭാര്യ സുനേത്ര പവാറിനെ NDA സ്ഥാനാർത്ഥിയെ പരിഗണിക്കുന്നുണ്ട്. അത് അജിത് പവാർ ശരത് പവാറിനിട്ട് വച്ച ഒരു ശക്തമായ പ്രതിരോധമാണ്. അതിനെ വെല്ലുവിളിക്കണം. തനിക്ക് ശേഷം സുപ്രിയയെ തൻ്റെ പാർട്ടിയുടെ നേതൃനിരയിലെത്തിക്കണം. സുപ്രിയയെ ഇത്തവണ ബാരാമതിയിൽ വീണ്ടും MP-യായി മത്സരിപ്പിച്ച് ജയിപ്പിച്ചെടുക്കണം. അതിന് തടസ്സം നിൽക്കുന്ന അജിത് പവാറിനെ എങ്ങനെയെങ്കിലും അന്വയിപ്പിക്കണം. ഒപ്പം തന്നെ മകളുടെ സ്ഥാനം സുരക്ഷിതമാക്കാൻ NDAയിലേക്ക് പാത തുറക്കണം. അതിനാണ് ഏക്നാഥ് ഷിൻഡെ, അജിത് പവാർ, ദേവേന്ദ്ര ഫട്നാവിസ് എന്നിവരെ ബാരാമതിയിലെ വസതിയിലേക്ക് അത്താഴ വിരുന്നിന് ക്ഷണിച്ച് ശരത് പവാർ ഏവരെയും ഞെട്ടിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം, ആരാണ് ഈ ശരത് പവാർ? അടുപ്പമുള്ളവർ വ്യക്തമായി പറയും, തികച്ചും നിഗൂഢൻ, രാഷ്ട്രീയ ഭേദമന്യേ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന പ്രായോഗിക രാഷ്ട്രീയ ചാണക്യൻ. എന്ത്, എവിടെ, എങ്ങനെ, എപ്പോൾ പ്രവർത്തിക്കുമെന്ന കാര്യം തികച്ചും നിഗൂഢം. മനസ്സിലുള്ള കാര്യങ്ങൾ ഊഹിച്ചെടുക്കാൻ അടുപ്പമുള്ളവർക്ക് അസാധ്യമാണ്. പതുങ്ങിയിരുന്ന് അവിടെ നിന്നും എതിർപ്പാളയത്തിലേക്ക് പ്രഹരശേഷിയുള്ള ശരങ്ങളെയ്യാനും രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയാനും അവ എടുത്തു പ്രയോഗിക്കാനും കെൽപ്പുള്ള ഒരേ ഒരു രാഷ്ട്രീയ നേതാവ്. ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ പല പാർട്ടികൾക്കും പലപ്പോഴേ പവർ ഏൽപ്പിച്ച പ്രഹരങ്ങൾ അത്ര ചെറുതൊന്നുമല്ല. പലതും രാഷ്ട്രീയ യാത്രാ വഴിയിൽ മുടന്തി വീണിട്ടുണ്ട് പവാറിൻ്റെ പ്രഹരം കൊണ്ട്. രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുക്കളും സ്ഥിരം മിത്രങ്ങളുമില്ല, ഉള്ളത് സ്ഥാനങ്ങളും പാർട്ടിയും മാത്രം എന്നത് പഴയ കാര്യം. പവാറിൻ്റെ കാര്യത്തിൽ അതിലൊരു ചെറിയ തിരുത്തലാകാം. രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുക്കളെയും മിത്രങ്ങളാക്കി മാറ്റാൻ സാധിക്കും. ഇതാണ് പവാറിൻ്റെ ആപ്തവാക്യം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാജ്യത്ത് മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സമവാക്യങ്ങൾ അതിസൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് മഹാരാഷ്ട്ര. ഏറ്റവും ഒടുവിലെ രാഷ്ട്രീയ നാടകങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു പവാറിൻ്റെ മാസങ്ങൾക്ക് മുമ്പുള്ള ട്രിപ്പിൾ ഷോക്ക്. NCP അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നു. 2 ദിവസത്തിന് ശേഷം ആ പദവിയിലേക്ക് തിരിച്ചെത്തുന്നു. പിന്നീട് പാർട്ടിയിലെ ശക്തനായ നേതാവ് അജിത് പവാറിനെ ഗാലറിയിലേക്ക് തള്ളി തൻ്റെ മകൾ സുപ്രിയ സുലെയും പ്രഫുൽ പട്ടേലിനെയും വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയോഗിക്കുന്നു. തൊട്ടു പിന്നാലെ പക്ഷേ പവാറിനും പണി കിട്ടി. സുപ്രീം കോടതിയിലെ പവാറിനെ തകർത്ത ആ വിധി ഇങ്ങനെയായിരുന്നു. യഥാർത്ഥ NCP അജിത് പവാറിൻ്റേത്. പാർട്ടി ചിഹ്നം പോലും അങ്ങനെ അജിത് പവാർ കൊണ്ടുപോയി. ശരത് പവാറും മകളും അങ്ങനെ പെരുവഴിയിലുമായി. എന്തുകൊണ്ടാണ് പവാർ നേരത്തെ NCP അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് അണികളെ ഞെട്ടിച്ചതെന്ന് ചോദിച്ചാൽ, ഇതിനു മുമ്പേ പാർട്ടി വിട്ട് BJPയുമായി സഖ്യം ചേർന്ന് പിന്നീട് വീണ്ടും NCPയിലേക്ക് തിരിച്ചെത്തിയ അജിത് പവാർ വീണ്ടും BJPയുമായി അടുക്കുന്നതാണ് രാജിക്ക് പിന്നിൽ. എന്നാൽ ഇക്കാര്യങ്ങളിലൊന്നും പവാർ പ്രതികരിച്ചതുമില്ല. പാർട്ടി തലപ്പത്തേക്ക് തനിക്ക് പകരം അടുത്തതായി ആര് വരണം തീരുമാനിക്കാനുള്ള ഒരു ഇടവേള കൂടിയായിരുന്നു ആ 2 ദിവസം. പവാറിന് ശേഷം ആരെന്ന ചോദ്യത്തിനുള്ള ഉത്തരം സുപ്രിയ സുലെയിലും അജിത് പവാറിലും വന്നു നിന്നു. ഗൂഢ രാഷ്ട്രീയ നീക്കങ്ങളിൽ കൂടി പലപ്പോഴായി അണികളെയും നേതാക്കളെയും എതിരാളികളെയും ഞെട്ടിച്ചു കൊണ്ടിരുന്ന വ്യക്തി തന്നെയാണ് പവാർ. എതിരാളിയെപ്പോലും തൻ്റെ സൗഹൃദ വലയത്തിലെത്തിക്കാനുള്ള മിടുക്ക് രാഷ്ട്രീയ ഭേദമന്യേ സുഹൃബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ പവാറിനെ തെല്ലൊന്നുമല്ല സഹായിച്ചത്. എതിരാളികൾ പോലും പവാറിനെ അംഗീകരിച്ചു തുടങ്ങിയത് ഇക്കാരണത്തിലാണ്. അണികളോട് ആഴത്തിലുള്ള ആത്മബന്ധമുണ്ട്. ആ പവാറിനെ ജനങ്ങളും അംഗീകരിച്ചു.
അങ്ങനെയാണ് 1958 പവാർ MLA ആയി വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നത്. തൻ്റെ 27ാം വയസ്സിൽ കോൺഗ്രസിൽ നിന്ന് മത്സരിച്ചായിരുന്നു പവാർ MLA ആയത്. യൂത്ത് കോൺഗ്രസിലായിരിക്കെ ഗ്രാമങ്ങളിൽ ചെന്ന് അണികൾക്കിടയിൽ പ്രവർത്തിച്ച അടിത്തറ ശക്തിപ്പെടുത്തിയ പവാറിന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഈ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസിനെ പുലർത്തി വലംദാദാ പാട്ടീൽ സർക്കാരിനെ താഴെയിട്ട് ജനതാ പാർട്ടിയുമായുള്ള സഖ്യത്തിലൂടെ 78-ൽ പവാറിൻ്റെ നേതൃത്വത്തിൽ സർക്കാർ അധികാരമേറ്റത്. 10 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ 38ാം വയസ്സിലായിരുന്നു അദ്ദേഹം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയത്. കാലങ്ങൾക്കിപ്പുറം മഹാരാഷ്ട്രയിൽ ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ വിമത നീക്കത്തിനൊടുവിൽ BJP അധികാരത്തിൽ വന്നത് അന്ന് 78-ൽ പവാറിൻ്റെ നേതൃത്വത്തിൽ സംഭവിച്ചതിന് സമാനമാണ് എന്നതും മറ്റൊരു കാവ്യനീതി. 1969-ൽ കോൺഗ്രസ് പാർട്ടി പിളർന്നപ്പോൾ ഇന്ദിരാഗാന്ധിക്കൊപ്പമായിരുന്നു പവാർ. വസന്തറാവു നായിക് മന്ത്രിസഭയിൽ ആഭ്യന്തരം പവാറിൻ്റെ കയ്യിലും സുരക്ഷിതമായി. 77-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി തോറ്റു. പിന്നീട് ജനതാ സഖ്യം അധികാരത്തിലെത്തി. പവാർ നേരെ കോൺഗ്രസ് യുവിലേക്ക് ചേക്കേറി. 80-ൽ ഇന്ദിരാഗാന്ധി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ ആർട്ടിക്കിൾ 356 എടുത്ത് പ്രയോഗിച്ച് പവാറിൻ്റെ മഹാരാഷ്ട്ര സർക്കാരിനെ പിരിച്ചുവിട്ടു. പിന്നീട് അവിടെ കോൺഗ്രസ് അധികാരത്തിലെത്തി. 85-ൽ MLA ആയി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട പവാർ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവമായി. ജനതാ പാർട്ടിയും BJPയും അന്ന് പ്രതിപക്ഷത്തിൻ്റെ ഭാഗമായി. പവാർ പ്രതിപക്ഷ നേതാവും. 87-ൽ ശിവസേനയുടെ ഉദയമാണ് പവാറിനെ വീണ്ടും കോൺഗ്രസ് ഐയിലേക്ക് എത്തിച്ചത്. 88-ൽ SB ചവാനെ രാജീവ് ഗാന്ധി കേന്ദ്രമന്ത്രിയാക്കി. ഇതോടെ പവാർ വീണ്ടും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി. 91-ൽ രാജീവ് ഗാന്ധി വധത്തിന് പിന്നാലെ പവാർ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദവുമായി സ്വയം മുന്നോട്ടെത്തി. താൻ അവകാശവാദം ഉന്നയിച്ചെങ്കിലും നരസിംഹറാവുവിന് വേണ്ടി വഴിമാറി കൊടുക്കുകയാണെന്ന് അന്ന് പവാർ പ്രഖ്യാപിച്ചു. വിട്ടുവീഴ്ചയുടെ പ്രതിഫലമെന്നോണം ആഭ്യന്തര വകുപ്പ് പവാറിന് കിട്ടി. 93-ലെ മുംബൈ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന സുധാകർ റാവു നായിക്കിന് സ്ഥാനമൊഴിയേണ്ടി വന്നു. കേന്ദ്ര മന്ത്രിസഭയിൽ നിന്നും പവാർ വീണ്ടും മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി പദത്തിലേക്കെത്തി. തുടർന്നങ്ങോട്ട് പവാറിനെ ആരോപണങ്ങളും വിവാദങ്ങളും വിടാതെ പിന്തുടർന്നു. എങ്കിലും വിട്ടുകൊടുത്തില്ല. ഇപ്പോൾ NDA സഖ്യത്തിനെതിരെ രാജ്യത്ത് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചു നേടാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്നാൽ പ്രതിപക്ഷ നിരയിലെ ഏറ്റവും മുതിർന്ന നേതാവായ പവാറിന് പലപ്പോഴും പ്രതിപക്ഷ നിലപാടുകളോട് എതിരഭിപ്രായമാണ്. അതിപ്പോഴും അങ്ങനെ തുടരുന്നു. പല വിഷയങ്ങളിലും NDAക്ക് അനുകൂല നിലപാടാണ് പവാർ കൈക്കൊണ്ടത്. അദാനി മോദി വിഷയത്തിൽ മോദിക്കൊപ്പം നിന്ന പവാർ രാഹുൽ ഗാന്ധിയെ തള്ളിപ്പറഞ്ഞു. അദാനി വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJPക്കുമെതിരെ കടന്നാക്രമണം നടത്തിയ പ്രതിപക്ഷത്തെ അമ്പരിപ്പിച്ചു പവാറിൻ്റെ ഈ നീക്കങ്ങൾ. ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെയും രാഹുൽ ഗാന്ധിയെയും തള്ളി അദാനിയെ പൂർണ്ണമായും പവാർ പിന്തുണച്ചു. ഏറ്റവും ഒടുവിൽ NDA സഖ്യത്തെ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും ഇന്ത്യ മുന്നണിയുമായി കൈകോർക്കുമ്പോഴാണ് ആ സഖ്യത്തിലെ മുതിർന്നൊരു പാർട്ടി നേതാവ് ശരത് പവാറിൻ്റെ ഒളിച്ചുകളി വെളിയിലാവുന്നത്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് എന്തുകൊണ്ടും പ്രതിപക്ഷ നിരയ്ക്ക് ഒരു അഗ്നിപരീക്ഷ തന്നെയാണ്. അതുകൊണ്ട് തന്നെ NDA നേരിടാൻ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ മുതിർന്ന അംഗമായ പവാർ ഒപ്പമുണ്ടോ എന്നാണ് അറിയേണ്ടത്. പവാറിൻ്റെ പക്ഷേ ഇപ്പോഴത്തെ പോക്ക് BJP പക്ഷത്തേക്ക് തന്നെയാണ്. അതിനുള്ള കളമൊരുക്കിക്കൊണ്ടാണ് പവാർ ഇപ്പോഴീ അത്താഴ വിരുന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ കളരി പവാറിന് പഠിച്ച് വളർന്ന അജിത് പവാറിൻ്റെ BJP എൻട്രൻസിനൊപ്പം പവാറും BJPയിലെത്തുമോ എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം.